അസ്സലാമലൈക്കും. കുർത്തുണ്ടെന്നാ എന്ത് ഗോൾഡൻ ആ നീയാണോ മുന്നേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പാട്ടാടിയത്? നീയാ ആരൊക്കെ പോയിനാ? ഒരു പാട്ട് പാടോ? പാടല്ല. ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിൽ നാൾ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ, ഒന്നാകിനി ഒന്നാകുമോ ചെന്താമരേ താമരേ, കണ്ടാലെ നീ ഒന്നാകുമോ ചെന്താമരേ താമരേ, ലാ 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 ലാ. പെണ്ണേ നിന്റെ ഉള്ളിൽ എന്തോ കല്ലോ, മുള്ളോ തീയോ പൊന്നേ, എല്ലാം പോയി നിന്നെ തെക്കും നോക്കി പറ, തിരികെ പോകാം കളിവില്ലാതെ വരികില്ല, ഇല്ല തിരികെ ഇല്ല കളിവില്ലാതെ വരികില്ല. ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിൽ നാൾ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ, മന്ദാകിനി ഒന്നാകുമോ ചെന്താമരേ താമരേ, കണ്ടാലെ നീ കൊണ്ടാളുമോ പിന്നാലെ ഞാൻ പൊൽനാളമേ, ലാ 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 ലാ. പെണ്ണേ നിന്റെ ഉള്ളിൽ എന്തോ കല്ലോ, മുള്ളോ തീയോ പൊന്നേ, എല്ലാം പോയേ നിന്നെ തെക്കും നോക്കി പറ, തിരികെ പോകാം കളിവില്ലാതെ വരികില്ല, ഇല്ല തിരികെ ഇല്ല കളിവില്ലാതെ വരികില്ല. എന്താ തമാശ എല്ലാം നിരാശ, എന്താ തമാശ നൂലമല്ല, എന്താ തമാശ എല്ലാം നിരാശ, എന്താ തമാശ നൂലമല്ല. ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിൽ നാൾ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ. ആയി ഞാനാ കൂടെ സ്റ്റേഷനിലേക്ക് പോയാ? എൻ്റെ ബാപ്പൻ്റെ ഒക്കെ. എൻ്റെ പേരെന്ത്? മുഹമ്മദ് ഇബ്രാഹിം സഹൽ. നീ നല്ല മനോഹരമായിട്ട് പാടുന്നു. ആര് പഠിപ്പിച്ച പാട്ട്? എൻ്റെ ദീദി. ദീദി വായി പഠിച്ചതാ പഠിപ്പിച്ചതാ? നീ വാട സ്കൂളിൽ പഠിക്കുന്ന? കുഞ്ഞില്ലേ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ മഞ്ചേശ്വരം ഡിവിഷനിലെ മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡ് ബപ്പായിത്തൊട്ടിയിലാണ്. കേരളപ്പിറവി ദിനത്തിൽ നവംബർ 1-ാം തീയതി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കുട്ടി പാടുന്ന ഒരു രംഗം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. പിന്നീട് ആ പാട്ട് കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ ഇന്നു മുതൽ മനോരമ ചാനലിലടക്കം ആ ഒരു വൈറലായി മാറിയിരിക്കുകയാണ്. ആ പാട്ട് പാടിയ കുട്ടിയാണ് ഇത്. റെഡി അഷ്റഫ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. അഷ്റഫ് ഇവിടുത്തെ ഒരു പ്രസിദ്ധമായൊരു തറവാടാണ് റെഡി തറവാട്. ആ തറവാടിലെ ചെറിയ ഇളത്തലമുറക്കാരനാണ്. വളരെ മനോഹരമായിട്ടാണ് പാട്ട് പാടുന്നത്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കേണ്ട ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ലഹരിയിൽ പുതിയ തലമുറ അഭയം തേടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. പോലീസിനെ ഒരു ഭീകര അന്തരീക്ഷത്തോടു കൂടി കാണുന്ന ഒരു പ്രദേശമാണ്. ഇതുപോലുള്ള കുട്ടികൾ പോലീസുമായി ആ പോലീസ് സ്റ്റേഷനുമായി ഒരു സൗഹാർദ്ദം പങ്കിടുന്നു എന്ന് വെക്കുമ്പോൾ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പോലീസും ഇവിടുത്തെ ജനങ്ങളും പുതിയ തലമുറയും വളരെ സൗഹാർദ്ദത്തോടു കൂടി, ജനമൈത്രി പോലീസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു കുട്ടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഭയമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ജനമൈത്രി പോലീസിൻ്റെ ഒരു പുതിയ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗം തന്നെയാണ്. മനോഹരമായി പാട്ടുപാടിയ ഈ കുട്ടിയെ വീട്ടിൽ വന്ന് നേരിട്ട് അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകൾ.